ഹലോ എവരി വൺ. നമ്മൾ സ്റ്റീരിയോകെമിസ്ട്രിയാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളതിൽ ഇനാൻഷ്യോമറിസം എന്നൊരു ഫിനോമിനയെ പറ്റി പഠിച്ചിരുന്നു. അതായത് നമ്മളുടെ ഒപ്റ്റിക്കലി ആക്റ്റീവ് കോമ്പൗണ്ടിൻ്റെ ഡെക്സ്ട്രോ ഫോമും ലീവോ ഫോമും കൂടെ ചേർത്ത് പറയുന്ന ഒരു പേരാണ് നമ്മൾ ഇനാൻഷ്യോമേഴ്സ് എന്നത്. ദെൻ ആ ഒരു കൺസെപ്റ്റിൽ വരുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ട ഒരു ടേം, പുതിയൊരു ടേമാണ് ഇനാൻഷ്യോമെറിക് എക്സസ് എന്നുള്ളത്. ശരിക്കും ഇനാൻഷ്യോമെറിക് എക്സസ് എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലിരിക്കുന്ന കോമ്പൗണ്ടിൻ്റെ, ഒപ്റ്റിക്കലി ആക്റ്റീവ് കോമ്പൗണ്ടിൻ്റെ പ്യൂരിറ്റിയെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു ടേമാണ്. ദാറ്റ് ഈസ് എ ടേം ദാറ്റ് ഇൻഡിക്കേറ്റ്സ് ദ പ്യൂരിറ്റി ഓഫ് ദ ഒപ്റ്റിക്കലി ആക്റ്റീവ് കോമ്പൗണ്ട് ദാറ്റ് ഈസ് വിത്ത് അസ്. ദെൻ ഇനി എന്താണ് ഇനാൻഷ്യോമെറിക് എക്സസ്? ആ ഒരു വാക്ക് കേൾക്കുമ്പോഴേ നമുക്കറിയാം ഇനാൻഷ്യോമറിൻ്റെ എക്സസ് ആണ് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. എന്തായിരിക്കും അത്? ഇനാൻഷ്യോമേഴ്സ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു ഡെക്സ്ട്രോ ഫോമും ലീവോ ഫോമും കൂടെ ചേർന്ന് വരുന്നതാണ്. അത് ഒരുമിച്ചാണെങ്കിൽ അത് റെസിമിക് മിക്സ്ചർ എന്ന് പറയും, ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ആയി പോകും ഒരേ എമൗണ്ട് ആണെങ്കിൽ. എന്നാൽ ഇവിടെ അങ്ങനെയല്ല നമ്മൾ പറയുന്നത്. രണ്ട് എമൗണ്ടിലായിട്ടിരിക്കുന്ന ഇനാൻഷ്യോമേഴ്സിൽ അതിൻ്റെ ഒരു ഫോം മറ്റേ ഫോമിലും എത്രമാത്രം കൂടി നിൽക്കുന്നു, അതും എമൗണ്ടിലാണ് ഞാൻ പറയുന്നത്. അപ്പം ഡെക്സ്ട്രോ ഫോമും ലീവോ ഫോമും ഒരുമിച്ച് ഞാനൊരു കോമ്പൗണ്ടിൽ പറയുന്നു. അതിൽ തന്നെ ഡെക്സ്ട്രോ ഫോമാണ് കൂടുതലെങ്കിൽ എത്രമാത്രം കൂടുതലാണ് ആ ഒരു എമൗണ്ടിനെയാണ് നമ്മൾ ഇനാൻഷ്യോമെറിക് എക്സസ് എന്ന് പറയുന്നത്. ദാറ്റ് അതിൻ്റെ ഡെഫിനിഷൻ ഇങ്ങനെ പറയാം. ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദ എക്സ്റ്റെൻഡ് ടു വിച്ച് വൺ ഇനാൻഷ്യോമർ എക്സീഡ്സ് ദ അതർ ഇൻ ഇറ്റ്സ് എമൗണ്ട്. നമ്മൾ എടുക്കുന്ന കോമ്പൗണ്ടിലെ ഇനാൻഷ്യോമർ ആണെങ്കിൽ രണ്ട് ഫോംസ് കാണും. അതിലെ ഒരു ഫോം മറ്റേ ഇനാൻഷ്യോമറിനേക്കാളും എത്രമാത്രം എമൗണ്ടിൽ എക്സീഡ് ചെയ്യുന്നു ആ ഒരു എമൗണ്ടിനെ അല്ലെങ്കിൽ ആ ഒരു ക്വാണ്ടിറ്റിയാണ് നമ്മൾ ഇനാൻഷ്യോമെറിക് എക്സസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നോക്കിക്കേ, ഇനാൻഷ്യോമെറിക് എക്സസ് 100% ആണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മൾ എടുത്തിരിക്കുന്ന ആ ഒരു ഫോം, ഏതെങ്കിലും ഒരു ഫോം ആവട്ടെ, ഡെക്സ്ട്രോ ലീവോ ആവട്ടെ, അതാണ് 100%. പെർസെൻറ്റേജ് വൈസ് 100 ആണ് കൂടുതൽ, അല്ലേ? അപ്പോൾ ഇനാൻഷ്യോമെറിക് എക്സസ് 100 എന്ന് പറഞ്ഞാൽ ഞാൻ എടുത്തിരിക്കുന്ന സാമ്പിളിൽ ഒരു ഫോമേ ഉള്ളൂ, അതാണ് അതിൻ്റെ അർത്ഥം. മറ്റേ ഫോം 0 ആണ്. മറ്റേ ഫോമിനെ അപേക്ഷിച്ച് ഇത് 100% എക്സീഡ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മുടെ സാമ്പിളിൽ ഏതെങ്കിലും ഒരു ഫോമേ പ്രസന്റ് ആയിട്ടുള്ളൂ, ഇനാൻഷ്യോമറിന്റെ ഒരു ഫോമേ കാണുള്ളൂ എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനാൻഷ്യോമെറിക് എക്സസ് 0% എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? 0% എന്ന് പറഞ്ഞാൽ മറ്റേത് ഒരു ഫോം മറ്റേ ഫോമിനേക്കാളും ഒട്ടും തന്നെ എക്സീഡ് ചെയ്യുന്നില്ലെന്നാണ്. അപ്പം 100% വൈസ് എനിക്ക് പറയാമെങ്കിൽ രണ്ടും ഈക്വൽ എമൗണ്ടിൽ കാണും. രണ്ടും ഈക്വൽ എമൗണ്ടിൽ കാണുന്ന മിക്സ്ചേഴ്സിനെയാണ് നമ്മൾ റെസിമിക് മിക്സ്ചേഴ്സ് എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ ഓർത്തെ, റെസിമിക് മിക്സ്ചേഴ്സിൽ ഇനാൻഷ്യോമെറിക് എക്സസ് 0 ആണ്. രണ്ടും ഈക്വൽ എമൗണ്ട് ആയതുകൊണ്ട് ഒന്നിനേക്കാൾ ഒട്ടും തന്നെ കൂടി നിൽക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇനാൻഷ്യോമെറിക് എക്സസ് 0 ആണ് അവിടെ. ഇനാൻഷ്യോമെറിക് എക്സസ് 100 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ഇനാൻഷ്യോമെറിക്കലി പ്യുവർ. ഏതെങ്കിലും ഒരു ഫോം മാത്രമേ അത് കാണിക്കുന്നുള്ളൂ. ദെൻ ഇനി വേറൊരു കേസ്, ഞാൻ എടുത്തിരിക്കുന്ന സാമ്പിളിൽ 70% ഒരു ഫോം, ലെറ്റ് ഇറ്റ് ബി ഡി ഫോം, 30% എൽ ഫോമും ഉള്ളൊരു സാമ്പിളാണ് എൻ്റെ കയ്യിലിരിക്കുന്നതെങ്കിൽ അവിടുത്തെ ഇനാൻഷ്യോമെറിക് എക്സസ് എത്രയാണ്? 70% ഡി ഫോമും 30% എൽ ഫോമും ആണെങ്കിൽ പെർസെൻറ്റേജ് വൈസ് തന്നെ എനിക്ക് ഇനാൻഷ്യോമെറിക് എക്സസ് റെപ്രസെൻറ്റ് ചെയ്യാം. അതായത് ഇറ്റ് ഇസ് 70 - 30 ദാറ്റ് ഇസ് 40%. ഇവിടുത്തെ പെർസെൻറ്റേജ് വൈസിൽ ഇനാൻഷ്യോമെറിക് എക്സസ് റെപ്രസെൻറ്റ് ചെയ്താൽ ഇറ്റ് ഇസ് 40%. ഇനി നമുക്ക് ഇനാൻഷ്യോമെറിക് എക്സസിൻ്റെ മറ്റൊരു കൺസെപ്റ്റിലേക്ക് പോകാം. ഞാൻ ഒപ്റ്റിക്കലി ആക്റ്റീവായ ഒരു സാമ്പിൾ എൻ്റെ കയ്യിലുണ്ട്. ഞാൻ പറയുന്നു അതിൻ്റെ ഇനാൻഷ്യോമെറിക് എക്സസ് 50% ആണ്. അതിൻ്റെ അർത്ഥം എന്താ? നമ്മുടെ സാമ്പിളിൽ ഡെക്സ്ട്രോ ഫോമും ലീവോ ഫോമും ഉണ്ട്. അതിലേതോ ഒരു ഫോം മറ്റേ ഫോമിനേക്കാളും 50% കൂടി നിൽക്കുന്നു. അതുകൊണ്ടാണ് പെട്ടെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പം ഞാനിവിടെ അസ്യൂം ചെയ്യുന്നു എൻ്റെ സാമ്പിളിൽ ഇനാൻഷ്യോമെറിക് എക്സസ് 50 ആയതുകൊണ്ട് ഞാൻ അങ്ങ് വിചാരിക്കുകയാണ് ഡെക്സ്ട്രോ ഫോം 50% ആണ്. ഏതെങ്കിലും ഒരു ഫോം ആണല്ലോ എക്സീഡ് ചെയ്യുന്നത്. അപ്പം ഞാൻ എടുക്കുന്നു അതിലൊരു ഫോം, അതായത് ഡി ഫോം എടുക്കുന്നു. അത് 50% ഉണ്ട്. പെർസെൻറ്റേജ് വൈസ് 100 ആണ് മൊത്തത്തിൽ പറയുന്നത്. അതിൽ 50% ഡി ആണ്. അങ്ങനെയാണെങ്കിൽ ബാക്കി 50% ആ സാമ്പിളിൽ എന്തായിരിക്കും? നമുക്ക് വേണമെങ്കിൽ അത് എൽ ഫോം എന്ന് പറയാം. അപ്പൊ നോക്കിക്കേ, എൽ ഫോം 50 എന്ന് എടുത്താൽ എന്തായിരിക്കും പറ്റുന്നത്? ഈ സാമ്പിളിൽ 50% ഇനാൻഷ്യോമെറിക് എക്സസ് ഉള്ളതുകൊണ്ട് ഒരു ഫോം 50 എന്ന് ഫിക്സ് ചെയ്തു. ബാക്കിയുള്ള 50% ഞാൻ എൽ ഫോം എന്ന് എടുത്താൽ ഇത് ഒപ്റ്റിക്കലി ആക്റ്റീവ് ആവുമോ? ഈ സാമ്പിൾ എൻ്റെ അസംഷൻ തെറ്റിപ്പോകും. കാര്യം 50 വന്നാൽ അത് റെസിമിക് മിക്സ്ചർ ആവും, അത് ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ആവും. അപ്പോൾ ഈ ഒരു പോസിബിലിറ്റി എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല. 50% ഒരു ഫോമും 50% മറ്റേ ഫോമിനുള്ളൊരു കൺസെപ്റ്റിലേക്ക് എനിക്ക് വരാൻ പറ്റില്ല ഈ സാമ്പിളിൻ്റെ കേസിൽ. അപ്പം ഞാൻ എങ്ങനെ ചിന്തിക്കണം?
ഇനാൻഷ്യോമെറിക് എക്സസ് 50% ആയതുകൊണ്ട് ഒരു ഫോം 50 ആണ്. ബാക്കിയുള്ള 50 എന്ന് പറയുന്നത് ഒരു റെസിമിക് മിക്സ്ചർ ആണ്. ബാക്കിയുള്ള 50% എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ റെസിമിക് മിക്സ്ചർ. റെസിമിക് മിക്സ്ചർ എന്ന് പറയുമ്പോൾ എന്താ? ഡി ഫോം ആൻഡ് എൽ ഫോം ദാറ്റ് വിൽ ബി പ്രസന്റ് ഇൻ ഈക്വൽ എമൗണ്ട്സ്. ഇപ്പോൾ 50% റെസിമിക് മിക്സ്ചർ വരുവാണെങ്കിൽ അതിൽ 25% ഡി ഫോമും ബാക്കി 25% എൽ ഫോമും ആയിരിക്കും. ആ ഒരു കൺസെപ്റ്റിലേക്ക് നിങ്ങൾ വരണം. എന്തുകൊണ്ടാണ് 50% എൽ എന്നുള്ള കൺസെപ്റ്റ് ഞാൻ വിട്ടത്? ഞാൻ ആദ്യമേ പറഞ്ഞു എൻ്റെ കയ്യിലിരിക്കുന്ന സാമ്പിൾ ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണ്. ലൈറ്റിനെ റൊട്ടേറ്റ് ചെയ്യുന്ന ലൈറ്റിന്റെ പ്ലെയിനെ റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു സാമ്പിൾ ആണ്. അപ്പോൾ ആ സാമ്പിളിൽ എത്രമാത്രം ഡി ഫോം ഉണ്ട് എൽ ഫോം ഉണ്ടെന്നുള്ളതിലേക്കാണ് ഞാൻ ഈ വരുന്നത്. അപ്പോൾ ഇനാൻഷ്യോമെറിക് എക്സസ് വാല്യൂ മാത്രമാണ് നിങ്ങൾക്ക് തന്നേക്കുന്നത് 50%. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാം ഏതോ ഒരു ഫോം 50% ഉണ്ട്. ബാക്കിയുള്ള 50% എൽ ഫോം അല്ലെങ്കിൽ അത് നേരത്തെ എടുത്തതിൻ്റെ ഓപ്പോസിറ്റ് ഫോം എന്ന് കൺസിഡർ ചെയ്താൽ ആ ഒരു എണ്ണം റെസിമിക് മിക്സ്ചർ ആയിട്ട് മാറും. ആ ഒരു കൺസെപ്റ്റ് പറ്റില്ല. അപ്പം ഞാൻ എങ്ങനെ ചിന്തിക്കണം? 50% ഒരു ഫോം, ബാക്കിയുള്ള 50% ഒരു റെസിമിക് മിക്സ്ചർ ആയിരിക്കും. റെസിമിക് മിക്സ്ചറിൽ 25% ഡിയും 25% എല്ലുമാണ്. അങ്ങനെയാണെങ്കിൽ ഈ സാമ്പിളിൽ മൊത്തത്തിലുള്ള ഡി ഫോം എത്ര ആയിരിക്കും? അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫോം എത്ര ആയിരിക്കും? 50 + 25 75% ഒരു ഫോമും ബാക്കി 25% മറ്റേ ഫോം, രണ്ടാമത്തെ ഇനാൻഷ്യോമർ. അങ്ങനെയാണ് ഈ ഒരു സാമ്പിളിന്റെ കമ്പോസിഷൻ പോകുന്നത്. ഈ ഇൻഫർമേഷൻ നമുക്ക് കിട്ടാൻ കാരണം ഈ ഇനാൻഷ്യോമെറിക് എക്സസിന്റെ വാല്യൂ ആണ്. ഇനി പെർസെൻറ്റേജ് ഇനാൻഷ്യോമെറിക് എക്സസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നോക്കിക്കേ. പെർസെൻറ്റേജ് ഇനാൻഷ്യോമെറിക് എക്സസ് ഇസ് ഈക്വൽ ടു മോൾസ് ഓഫ് വൺ ഇനാൻഷ്യോമർ മൈനസ് മോൾസ് ഓഫ് അനദർ ഇനാൻഷ്യോമർ. നമ്മളുടെ കോമ്പൗണ്ടിൽ തന്നെ 2 മോളിക്യൂൾസ് കാണും, 2 ഇനാൻഷ്യോമേഴ്സ് കാണും. അതിൻ്റെ മോൾസ് എമൗണ്ട് നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ അവ തമ്മിലുള്ള ഡിഫറൻസ് എടുക്കുക, ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ്. 2 ഇനാൻഷ്യോമേഴ്സിൻ്റെയും കൂടെ നമ്പർ ഓഫ് മോൾസ് കൂട്ടിയിട്ട് ആ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് കാണുക, അതിൻ്റെ റേഷ്യോ എടുക്കുക ഇൻറ്റു 100. ദാറ്റ് വിൽ ഗീവ് ദ വാല്യൂ ഓഫ് ഇനാൻഷ്യോമെറിക് എക്സസ്. ഇനി അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്, അതായത് അസിമെട്രിക് സിന്തസിസ് അല്ലെങ്കിൽ കൈറാൽ സിന്തസിസ്. എന്താണെന്ന് നോക്കാം. അസിമെട്രിക് സിന്തസിസ് എന്ന് പറയുന്നത് ഒരു കെമിക്കൽ റിയാക്ഷൻ ആണ്. ഈ കെമിക്കൽ റിയാക്ഷൻ നടത്താൻ വേണ്ടി നമ്മളൊരു സബ്സ്ട്രേറ്റ് മോളിക്യൂൾ അല്ലെങ്കിൽ ഒരു റിയാക്റ്റന്റ് മോളിക്യൂൾ എടുക്കണം. ആ മോളിക്യൂൾ ഒപ്റ്റിക്കലി ആക്റ്റീവോ ഇനാക്റ്റീവോ ആയിരിക്കും. അല്ലെങ്കിൽ എനിക്ക് പറയാം ആ മോളിക്യൂളിൽ കൈറാൽ സെന്റേഴ്സ് ചിലപ്പോൾ ഉണ്ടാകാം, ചിലപ്പോൾ കാണില്ല. അങ്ങനെയുള്ള ഒരു സബ്സ്ട്രേറ്റ് മോളിക്യൂൾ ഞാൻ എടുക്കുന്നു. ആ സബ്സ്ട്രേറ്റ് മോളിക്യൂളിലേക്ക് ഞാൻ ചില കെമിക്കൽ റിയാക്ഷൻസ് നടത്തുന്നു. അതിൻ്റെ ഫലമായിട്ട് നമ്മളുടെ ആ മോളിക്യൂളിൽ ഒന്നിലധികം എലമെന്റ്സ് ഓഫ് കൈറാലിറ്റി അല്ലെങ്കിൽ കൈറാൽ സെന്റേഴ്സ് അല്ലെങ്കിൽ അസിമെട്രിക് കാർബൺ ജനറേറ്റ് ചെയ്യപ്പെട്ടാൽ എനിക്ക് ആ റിയാക്ഷനെ അസിമെട്രിക് സിന്തസിസ് എന്ന് വിളിക്കാം. കൈറാൽ കാർബൺ അല്ലെങ്കിൽ അസിമെട്രിക് കാർബൺ എന്താണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഏതൊരു കാർബൺ ആണോ അതിൻ്റെ 4 വാലൻസിയും ഡിഫറെൻറ്റ് ഗ്രൂപ്പുകൾ കൊണ്ട് ഒക്കുപ്പൈ ചെയ്തിരിക്കുന്നത് അതിനെയാണ് കൈറാൽ കാർബൺ എന്ന് വിളിക്കുന്നത്. അപ്പം നമ്മളൊരു കെമിക്കൽ റിയാക്ഷൻ നടത്താൻ വേണ്ടി എടുക്കുന്ന മോളിക്യൂളിൽ ചിലപ്പോൾ ചില കാർബണൊക്കെ അസിമെട്രിക് ആയിരിക്കും, ചില കാർബൺ അസിമെട്രിക് അല്ലായിരിക്കും. ഈ അസിമെട്രിക് അല്ലാതിരിക്കുന്ന കാർബൺ ആറ്റങ്ങളെ അസിമെട്രിക് കാർബണാക്കി മാറ്റുന്ന പ്രോസസ്സാണ് അസിമെട്രിക് സിന്തസിസ് അല്ലെങ്കിൽ കൈറാൽ സിന്തസിസ്. ഇനി ഈ ഒരു റിയാക്ഷൻ നടത്തി കഴിയുമ്പോൾ നമുക്ക് പ്രോഡക്റ്റ് കിട്ടത്തില്ലേ? ആ കിട്ടുന്ന പ്രോഡക്റ്റുകൾക്കും പ്രത്യേകതയുണ്ട്. അത് ഒന്നുകിൽ ഇനാൻഷ്യോമേഴ്സ് ആയിരിക്കും അല്ലെങ്കിൽ ഡയാസ്റ്റീരിയോമേഴ്സ് ആയിരിക്കും. ആൻഡ് ഓൾസോ ദേ വിൽ ബി പ്രസന്റ് ഇൻ അൺഈക്വൽ എമൗണ്ട്. അപ്പോൾ അസിമെട്രിക് സിന്തസിസ് നടത്തിയിട്ട് കിട്ടുന്ന പ്രോഡക്റ്റുകൾ എന്തായിരിക്കും? ഒന്നുകിൽ ഇനാൻഷ്യോമേഴ്സ് ആയിരിക്കും അല്ലെങ്കിൽ ഡയാസ്റ്റീരിയോമേഴ്സ് ആയിരിക്കും. ആൻഡ് ഓൾസോ ദേ വിൽ ബി പ്രസന്റ് ഇൻ ദിയർ അൺഈക്വൽ എമൗണ്ട്. കാര്യം ഈക്വൽ എമൗണ്ട് ആണെങ്കിൽ വീണ്ടും അത് റെസിമിക് മിക്സ്ചർ ആയി പോകും. അത് പറ്റില്ല. എപ്പോഴും ഒരു ഫോം ഡെക്സ്ട്രോ അല്ലെങ്കിൽ ലീവോ ഫോം മറ്റേ ഫോമിനേക്കാളും കൂടിയിരിക്കണം, എങ്കിൽ മാത്രമേ അത് ഒപ്റ്റിക്കലി ആക്റ്റീവ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആയിട്ട് മാറുകയുള്ളൂ. ദിസ് ഈസ് ദ പ്രോസസ് ഓഫ് അസിമെട്രിക് സിന്തസിസ്. അതിൻ്റെ ഡെഫിനിഷൻ എങ്ങനെ പറയാം? ഇറ്റ് ഈസ് എ കെമിക്കൽ റിയാക്ഷൻ ഇൻ വിച്ച് one or more chiral centers are formed in the substrate molecule that results in the formation of enantiomers or diastereomers in unequal amounts. ഇനി അസിമെട്രിക് സിന്തസിസ് അല്ലെങ്കിൽ കൈറാൽ സിന്തസിസ് എങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം, അതിൻ്റെ മെത്തേഡുകളെ പറ്റിയാണ് പറയുന്നത്. ഒന്നാമതായിട്ട് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഒപ്റ്റിക്കലി ആക്റ്റീവ് റിയേജൻസ് or catalyst or a solvent we can prepare an asymmetric center within a substrate. അതെങ്ങനെയാണെന്ന് നോക്കാം. നോക്കിക്കേ, ഒന്നാമത്തെ മെത്തേഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഒപ്റ്റിക്കലി ആക്റ്റീവ് റിയേജൻസ്. ഇതിനായി ഞാൻ എക്സാമ്പിളായിട്ട് എടുത്തിരിക്കുന്നത്
ഈഥൈൽ മീഥൈൽ മലോണിക് ആസിഡ് ആണ്. ഈഥൈൽ മീഥൈൽ മലോണിക് ആസിഡ് ആണ് ഈ മോളിക്യൂൾ, അതായത് എൻ്റെ സബ്സ്ട്രേറ്റ് മോളിക്യൂൾ. അതിൻ്റെ പ്രത്യേകത ഇപ്പോൾ അതിൽ അസിമെട്രിക് സെന്റർ ഒന്നും തന്നെ ഇല്ല. നോക്കിക്കേ, ഈ കാർബണിനകത്ത് 2 ഗ്രൂപ്പ്സ് സെയിം ആണ്, ഈ 2 ഗ്രൂപ്പ് ഡിഫറെൻ്റ് ആണ്. പക്ഷേ 2 ഗ്രൂപ്പ് സെയിം ആയതുകൊണ്ട് ഈ ഒരു കാർബണെ എനിക്ക് അസിമെട്രിക് കാർബൺ എന്ന് വിളിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ സബ്സ്ട്രേറ്റ് മോളിക്യൂളിൽ നിലവിൽ ഒരു അസിമെട്രിക് കാർബണും ഇല്ല. ഇങ്ങനെയുള്ള മോളിക്യൂളിലേക്ക് ഞാൻ എൽ ബ്രൂസിൻ എന്ന ഒരു ഒപ്റ്റിക്കലി ആക്റ്റീവ് റിയേജന്റ് ആഡ് ചെയ്യുന്നു. ഒപ്റ്റിക്കലി ആക്റ്റീവ് എന്ന് എങ്ങനെ മനസ്സിലായത്? എൽ എന്ന് കൊടുത്തിരിക്കുന്നതിൻ്റെ അർത്ഥം അത് അതിൻ്റെ ലീവോ ഫോം ആണ്. അപ്പോൾ എൽ ബ്രൂസിൻ ആഡ് ചെയ്യുമ്പോൾ കുറച്ചധികം സ്റ്റെപ്പുകളുണ്ട്. ആ സ്റ്റെപ്പുകളുടെ എല്ലാം അവസാനം എനിക്ക് ഇങ്ങനെ എഴുതാം: ഈ സബ്സ്ട്രേറ്റ് മോളിക്യൂള് മറ്റ് 2 പ്രോഡക്റ്റ് ആയിട്ട് മാറും. ആ പ്രോഡക്റ്റ് ശ്രദ്ധിച്ചേ, പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഐസോ വാലറിക് ആസിഡ് ആണ്. മലോണിക് ആസിഡ് വാലറിക് ആസിഡ് ആയിട്ട് മാറി. അപ്പോൾ നോക്കിക്കേ, അതിനകത്ത് ഉണ്ടായ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഇനാൻഷ്യോമേഴ്സ് ആണ്. ഐസോ വാലറിക് ആസിഡിന്റെ പ്ലസ് ഫോമും മൈനസ് ഫോമും ഉണ്ടായിട്ടുണ്ട്. അത് അൺഈക്വൽ എമൗണ്ട്സ് ആണ്. അതായത് മൈനസ് ഫോമാണ് കൂടുതലായിട്ട് ഉണ്ടാവുന്നത്. ഇപ്പം 100% എന്ന് പറയുമ്പോൾ ഐസോ വാലറിക് ആസിഡ് ചിലപ്പം 60%, പ്ലസ് ഫോം 40% ആയിരിക്കും. അപ്പോൾ അൺഈക്വൽ എമൗണ്ടിലായിരിക്കും അവ ഫോം ചെയ്യുന്നത്. കൂടാതെ നോക്കിക്കേ, ഇതിനകത്തൊരു അസിമെട്രിക് സെന്റർ ജനറേറ്റ് ചെയ്യപ്പെട്ടതായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചോ? ഈ ഭാഗത്തുള്ള COOH പ്രോഡക്റ്റിലേക്ക് വന്നപ്പോൾ H ആയിട്ട് മാറി. അപ്പോൾ എന്ത് പറ്റി? ഈ കാർബൺ അസിമെട്രിക് ആയി, ഈ കാർബണും അസിമെട്രിക് ആയി. അപ്പോൾ ശരിക്കും അസിമെട്രിക് കാർബൺ പുതിയതായിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സ്റ്റെപ്പാണ് നമ്മൾ അസിമെട്രിക് സിന്തസിസ് എന്ന് വിളിക്കുന്നത്. ഇവിടെ അസിമെട്രിക് സിന്തസിസ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്തത് ഒപ്റ്റിക്കലി ആക്റ്റീവ് ആയിട്ടുള്ള ഈ റിയേജന്റ് ആണ്. നമ്മുടെ സബ്സ്ട്രേറ്റ് മോളിക്യൂളിൽ അസിമെട്രിക് സെന്റർ ഒന്നും തന്നെ ഇല്ലെങ്കിലും ഈ റിയേജന്റിന്റെ സഹായത്തോടെ നമുക്ക് 2 പ്രോഡക്റ്റ് കിട്ടി വിത്ത് അസിമെട്രിക് സെന്റേഴ്സ് ഇൻ ഇറ്റ്. They are enantiomers and are present in unequal amount. ഇനി അസിമെട്രിക് സിന്തസിസ് നടത്താവുന്ന രണ്ടാമത്തെ മെത്തേഡാണ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ആൻ ആക്റ്റീവ് സബ്സ്ട്രേറ്റ്. ആക്റ്റീവ് സബ്സ്ട്രേറ്റ് എന്ന് അർത്ഥമാക്കുന്നത് ഇത്രയേ ഉള്ളൂ: നമ്മൾ എടുത്തിരിക്കുന്ന സബ്സ്ട്രേറ്റ് മോളിക്യൂളിൽ ഓൾറെഡി ചില അസിമെട്രിക് സെന്റേഴ്സ് കാണും, പിന്നെ ചില കാർബൺ ആറ്റങ്ങൾ അസിമെട്രിക് സെന്റേഴ്സ് അല്ലാതിരിക്കും. അങ്ങനെ അല്ലാതിരിക്കുന്ന കാർബണുകളെ നമ്മൾ അസിമെട്രിക് സെന്റേഴ്സ് ആക്കി മാറ്റുന്നു. അപ്പോൾ അതാണ് അതിൻ്റെ മെത്തേഡ്. നോക്കിക്കേ, ആക്റ്റീവ് സബ്സ്ട്രേറ്റ് ആയിട്ട് ഞാൻ ഈ കൊടുത്തിരിക്കുന്ന എക്സാമ്പിൾ ശ്രദ്ധിച്ച്, ഇതൊരു ആൽഡിഹൈഡ് മോളിക്യൂൾ ആണ്. ആൽഡിഹൈഡ് മോളിക്യൂളിന്റെ പ്രത്യേകത അതിൽ ഒരു കാർബൺ അസിമെട്രിക് ആണ്. ഞാൻ ഇതിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഒരു സബ്സ്ട്രേറ്റിൽ നിങ്ങൾക്ക് കാണാം ഈ ആൽഡിഹൈഡിക് കാർബൺ അത് അസിമെട്രിക് അല്ല. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഹൈഡ്രജൻ സയനൈഡ് ഇതിലേക്ക് കൊടുക്കുമ്പോൾ, ആൽഡിഹൈഡിലേക്ക് ഹൈഡ്രജൻ സയനൈഡ് ആഡ് ചെയ്യുമ്പോൾ ഈ സബ്സ്ട്രേറ്റിലേക്ക് വരുമ്പോൾ എന്താണ് പ്രോഡക്റ്റ് കിട്ടുന്നത്? സയാനോഹൈഡ്രിൻ ആണ് പ്രോഡക്റ്റ് ആയിട്ട് വരുന്നത്. അപ്പം ഇതൊരു അസിമെട്രിക് സിന്തസിസ് ആണെന്ന് പറയണമെങ്കിൽ പുതിയതായിട്ട് ഇവിടെ ഒരു അസിമെട്രിക് സെന്റർ ഉണ്ടാകണം. ഇവിടെ എവിടെയാണ് അസിമെട്രിക് സെന്റർ ഉണ്ടായിരിക്കുന്നത്? ഈ കാർബൺ ആറ്റം, നേരത്തെ അസിമെട്രിക് അല്ലാതിരുന്ന ഈ കാർബൺ ആറ്റം പ്രോഡക്റ്റിലേക്ക് എത്തുമ്പോൾ നമ്മുടെ ഹൈഡ്രജൻ സയനൈഡിലെ സയനൈഡും കൂടെ വന്നിട്ട് അത് എന്തായിട്ട് മാറി? അസിമെട്രിക് ആയിട്ട് മാറി. നോക്കിക്കേ, ഈ കാർബൺ പ്രോഡക്റ്റിൽ അസിമെട്രിക് അല്ലേ? 4 വാലൻസിയും ഡിഫറെന്റ് ഗ്രൂപ്പ് അല്ലേ? അപ്പം അങ്ങനെയുള്ള 2 പ്രോഡക്റ്റ് ഇനാൻഷ്യോമേഴ്സ് ആണ് എനിക്കിവിടെ പ്രോഡക്റ്റ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. അതിലൊന്ന് പ്ലസ് ഫോം ലെസ് എമൗണ്ടും മൈനസ് ഫോം മോർ എമൗണ്ടും ആണ്. അപ്പോൾ അൺഈക്വൽ എമൗണ്ട്സും ആണ്. ഈ ഒരു പാത്വേ അല്ലെങ്കിൽ ഈ ഒരു സിന്തസിസിനെ എനിക്കൊരു അസിമെട്രിക് സിന്തസിസ് എന്ന് വിളിക്കാം. നോക്കിക്കേ, ഇനി അസിമെട്രിക് സിന്തസിസ് നടത്താവുന്ന മൂന്നാമത്തെ മെത്തേഡാണ് നമ്മൾ പറയുന്നത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ആൻ എൻസൈം. എൻസൈമുകളെ പറ്റി നമുക്കറിയാം, ബയോളജിക്കൽ കാറ്റലിസ്റ്റുകൾ എന്നൊക്കെ അറിയപ്പെടുന്നവയാണ്. ദെൻ നമ്മൾ ഇവിടെ എടുക്കേണ്ടത് ഒപ്റ്റിക്കലി ആക്റ്റീവായ ചില എൻസൈമുകളുടെ സഹായത്തോടെ നമുക്ക് ഈ അസിമെട്രിക് സിന്തസിസ് നടത്താം. അതിനൊരു എക്സാമ്പിൾ ആണ് പറയുന്നത്. നോക്കിയേ, ബെൻസാൽഡിഹൈഡ്. ബെൻസാൽഡിഹൈഡ് എന്നുള്ള സബ്സ്ട്രേറ്റിലേക്ക് ഞാൻ ഹൈഡ്രജൻ സയനൈഡ് ആഡ് ചെയ്യുന്നു. അപ്പോൾ എനിക്ക് സയാനോഹൈഡ്രിൻ കിട്ടും. അതിനെ പിന്നീട് ഹൈഡ്രലൈസ് ചെയ്താൽ, നോർമൽ രീതിയിൽ ഈ റിയാക്ഷൻ പ്രൊസീഡ് ചെയ്താൽ എനിക്ക് കിട്ടുന്നത് മാൻഡലിക് ആസിഡിന്റെ റെസിമിക് മിക്സ്ചർ ആണ് പ്രോഡക്റ്റ് ആയിട്ട്. മനസ്സിലായോ? ബെൻസാൽഡിഹൈഡിനെ ഹൈഡ്രജൻ സയനൈഡ് ആഡ് ചെയ്തതിന് ശേഷം ഹൈഡ്രലൈസ് ചെയ്താൽ യൂഷ്വലി എനിക്ക് പ്രോഡക്റ്റ് ആയിട്ട് വരുന്നത് ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ആയ പ്ലസ് ഓർ മൈനസ്, അതായത് റെസിമിക് മിക്സ്ചർ ഓഫ് മാൻഡലിക് ആസിഡ് ആണ്. എന്നാൽ ഈ സെയിം റിയാക്ഷനെ ഞാൻ ഹൈഡ്രജൻ സയനൈഡിനെ ആഡ് ചെയ്യുന്നു, ദെൻ വാട്ടർ ഹൈഡ്രലൈസ് ചെയ്യുന്നു ഇൻ പ്രസൻസ് ഓഫ് ദ ഒപ്റ്റിക്കലി ആക്റ്റീവ് എൻസൈം ഇമൾസിൻ. ഇമൾസിൻ എന്ന എൻസൈമിന്റെ സഹായത്തോടു കൂടി ഈ സെയിം റിയാക്ഷൻ നടത്തുകയാണെങ്കിൽ എനിക്ക് കിട്ടുന്നത് മാൻഡലിക് ആസിഡിന്റെ മൈനസ് ഫോം, അതായത് ലീവോ ഫോം കൂടുതലുള്ള ഒരു മിക്സ്ചർ ആയിരിക്കും. അതൊരു റെസിമിക് മിക്സ്ചർ അല്ല, മൈനസ് ഫോമും പ്ലസ് ഫോമും ഉണ്ട്. അതിലെ മാൻഡലിക് ആസിഡിന്റെ മൈനസ് ഫോം കൂടി നിൽക്കുന്ന ഒരു ഒപ്റ്റിക്കലി ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ഫോം ആയിട്ട് അത്
പ്രോഡക്റ്റ് ആയിട്ട് കിട്ടും. ഇതൊരു അസിമെട്രിക് സിന്തസിസ് ആണ്. കാര്യം ഈ തൊട്ട് മുകളിൽ പറഞ്ഞതും എന്താണ്, ഒരു അസിമെട്രിക് സെന്റർ ആയിട്ട് മാറുന്നുണ്ട്, പക്ഷേ പ്രോഡക്റ്റ് റെസിമിക് മിക്സ്ചർ ആണ്, ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ആണ്. അപ്പോൾ ആ ഒരെണ്ണത്തിന് എനിക്ക് അസിമെട്രിക് സിന്തസിസ് എന്ന് ഒരു പകുതി ഹാഫേ പറയാൻ പറ്റൂ, പകുതി അർത്ഥത്തിലേ പറയാൻ പറ്റൂ. ഈ താഴെ ഇമൽസിന്റെ സഹായത്തോടു കൂടി ഈ സെയിം റിയാക്ഷൻ ചെയ്താൽ അസിമെട്രിക് സെന്റർ അവിടെ ജനറേറ്റ് ചെയ്യും, കിട്ടുന്ന പ്രോഡക്റ്റ് ഒപ്റ്റിക്കലി ആക്റ്റീവും ആയിരിക്കും. ഇതാണ് മാൻഡലിക് ആസിഡിന്റെ സ്ട്രക്ചർ. C6H5 COH COH H. ഇതിന്റെ തന്നെ 2 ഇനാൻഷ്യോമേഴ്സ് പ്രസന്റ് ഇൻ അൺഈക്വൽ അമൗണ്ട്സ്. അങ്ങനെ ആയിരിക്കും ഈ സ്റ്റെപ്പിൽ നമുക്ക് കിട്ടുന്നത്. ഇനി അസിമെട്രിക് സിന്തസിസ് ക്യാരിഡ് ഔട്ട് ചെയ്യാവുന്ന 4ാമത്തെ മെത്തേഡാണ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് സർക്കുലർലി പോളറൈസ്ഡ് ലൈറ്റ്. ഒപ്റ്റിക്കലി ആക്റ്റീവ് റിയേജൻസിൻ്റെയോ മറ്റ് സബ്സ്ട്രേറ്റിൻ്റെയോ ഒന്നും സഹായമില്ലാതെ നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന സബ്സ്ട്രേറ്റ് മോളിക്യൂളിൽ പുതിയതായിട്ട് ഒരു അസിമെട്രിക് സെന്റർ ജനറേറ്റ് ചെയ്യാനും അത് ഇനാൻഷ്യോമേഴ്സോ ഡയാസ്റ്റീരിയോമേഴ്സോ ആയിട്ടുള്ള പ്രോഡക്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യാനും ലൈറ്റിനെ കൊണ്ട് സാധിക്കും. അതാണ് ഈ മെത്തേഡിന്റെ പ്രത്യേകത. അതുകൊണ്ട് നമ്മൾ ഈ മെത്തേഡിനെ അബ്സല്യൂട്ട് അസിമെട്രിക് സിന്തസിസ് എന്ന് പറയാറുണ്ട്. കാരണം ഒപ്റ്റിക്കലി ആക്റ്റീവ് റിയേജൻസിന്റെ ഒന്നും സഹായമില്ല, കെമിക്കലായിട്ടുള്ള ഒരു സാധനങ്ങളുടെ ആവശ്യമില്ല, നമ്മുടെ സബ്സ്ട്രേറ്റ് മോളിക്യൂളിനുള്ളിലൂടെ ജസ്റ്റ് ലൈറ്റിനെ കടത്തി വിടുക. അപ്പോഴാണ് നമുക്കത് അസിമെട്രിക് സെന്റേഴ്സ് ആയിട്ട് മാറി കിട്ടുന്നത്. ഈ പ്രോസസ്സിനെ നമ്മൾ അബ്സല്യൂട്ട് അസിമെട്രിക് സിന്തസിസ് എന്ന് വിളിക്കും. ഇനി നിങ്ങൾ സർക്കുലർലി പോളറൈസ്ഡ് ലൈറ്റിലേക്ക് വരിക. ഇത് പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിനകത്ത് പറയുന്ന ഒരു ടേമാണ്. ഇതിന്റെ പ്രത്യേകത, ഇതിന്റെ പ്ലെയിൻ ഓഫ് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത് അതിന്റെ ആക്സിസ് ഓഫ് പ്രൊപ്പഗേഷനെ റൊട്ടേറ്റ് ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പോൾ 2 തരത്തിലുള്ള സർക്കുലർലി പോളറൈസ്ഡ് ലൈറ്റ് ഉണ്ട്. ഒന്ന് ലെഫ്റ്റ് ആൻഡ് റൈറ്റ്. ലെഫ്റ്റ് സർക്കുലർലി പോളറൈസ്ഡ് ലൈറ്റും റൈറ്റ് സർക്കുലർലി പോളറൈസ്ഡ് ലൈറ്റും. നമ്മുടെ സബ്സ്ട്രേറ്റിന് ഉള്ളിലൂടെ നമ്മൾ ലെഫ്റ്റ് CPL ലെഫ്റ്റ് സർക്കുലർലി പോളറൈസ്ഡ് ലൈറ്റ് ആണ് കടത്തി വിടുന്നതെങ്കിൽ എന്ത് തരം പ്രോഡക്റ്റ് ആണ് ഉണ്ടാവുന്നത് നോക്കിക്കേ. ലീവോ പ്രോഡക്റ്റ് ആണ് കൂടുതലായിട്ട് ഉണ്ടാവുന്നത്, മൈനസ് ഫോം കൂടുതലായിട്ട് നിൽക്കും. ഇനി അതല്ല, നമ്മുടെ സബ്സ്ട്രേറ്റിനുള്ളിലൂടെ റൈറ്റ് സർക്കുലർലി പോളറൈസ്ഡ് ലൈറ്റിനെയാണ് കടത്തി വിടുന്നതെങ്കിൽ കിട്ടുന്ന പ്രോഡക്റ്റിൽ ഡെക്സ്ട്രോയും ലീവോയും കാണും. അതിൽ തന്നെ ഡെക്സ്ട്രോ ഫോം കൂടുതലായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. നോക്കിക്കേ, നമ്മളുടെ സബ്സ്ട്രേറ്റ് മോളിക്യൂളിൽ ഒപ്റ്റിക്കലി ആക്റ്റീവായ റിയേജൻസിന്റെ സഹായം വേണ്ട, ലെഫ്റ്റ് ഓർ റൈറ്റ് സർക്കുലർലി പോളറൈസ്ഡ് ലൈറ്റ് കടത്തിവിട്ടാൽ നമുക്ക് ലീവോ ഫോമോ ഡെക്സ്ട്രോ ഫോമോ കൂടുതലായിട്ടുള്ള ഒരു അസിമെട്രിക് സെന്റർ ജനറേറ്റ് ചെയ്യപ്പെട്ട ഒരു പ്രോഡക്റ്റ് കിട്ടും. നോക്കിക്കേ, ഇതിൻ്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് ഈഥൈൽ ഫ്യൂമാറേറ്റിന്റെ ഹൈഡ്രോക്സിലേഷൻ റിയാക്ഷൻ നമുക്ക് നോക്കാം. ഞാൻ ഈ വരച്ചിരിക്കുന്നതാണ് ഈഥൈൽ ഫ്യൂമാറേറ്റ്. അതിലേക്ക് ഹൈഡ്രജൻ പെറോക്സൈഡ് ഇൻ പ്രസൻസ് ഓഫ് ഈഥർ നമ്മൾ ആഡ് ചെയ്യുന്നു. അതിൻ്റെ കൂടെ റൈറ്റ് സർക്കുലർലി പോളറൈസ്ഡ് ലൈറ്റ് കടത്തിവിടുന്നു. റൈറ്റ് ഫോം കടത്തിവിടുമ്പോൾ അത് കിട്ടുന്ന പ്രോഡക്റ്റ് ഡെക്സ്ട്രോ ഫോം കൂടുതലായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആയിരിക്കണം. കൂടാതെ ഇത് അസിമെട്രിക് സിന്തസിസ് ആയതുകൊണ്ട് ഈ സബ്സ്ട്രേറ്റിൽ ഏതെങ്കിലും 1ഓ 2ഓ കാർബൺ അസിമെട്രിക് ആയിട്ട് മാറണം. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നോക്കിക്കേ, ഞാൻ ഈ പറഞ്ഞ കണ്ടീഷൻസ് എല്ലാം ഈ പ്രോഡക്റ്റ് സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട്. ഈഥൈൽ ഫ്യൂമാറേറ്റിൽ നിലവിൽ നമുക്ക് ഒരു അസിമെട്രിക് സെന്ററും കാണാൻ പറ്റില്ല. പക്ഷേ ഈ ഒരു റിയാക്ഷന് ശേഷം നമുക്ക് 2 അസിമെട്രിക് സെന്റേഴ്സ് പുതുതായിട്ട് പ്രോഡക്റ്റിൽ ജനറേറ്റ് ചെയ്തു. പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഇനാൻഷ്യോമേഴ്സ് ആയിരിക്കും. ഞാനിപ്പോൾ ഇവിടെ ഡി ഫോമേ വരച്ചിട്ടുള്ളൂ. ഇതിൻ്റെ തന്നെ മറ്റൊരു ഫോം ലീവോ ഫോം ഉണ്ട്, അത് ചെറിയ എമൗണ്ടിലായിരിക്കും. ഇപ്പോൾ പ്രോഡക്റ്റ് ഡി മോർ എന്ന് പറഞ്ഞാൽ കൂടുതലായിട്ട് ഡെക്സ്ട്രോ ഫോം ഉള്ള ഒരു പ്രോഡക്റ്റ് കിട്ടി. അപ്പോൾ ഇത് ഒരു അസിമെട്രിക് സിന്തസിസിന്റെ എക്സാമ്പിൾ ആണ്, വിച്ച് ഈസ് ക്യാരിഡ് ഔട്ട് ഇൻ പ്രസൻസ് ഓഫ് സർക്കുലർലി പോളറൈസ്ഡ് ലൈറ്റ്.